അതേ നല്ല കരിമീൻ പൊള്ളിച്ചതും കൊഞ്ച് ഫ്രൈയും അതുപോലെ പാൽക്കപ്പയുടെ കൂടെ പിടിക്കാൻ പറ്റിയ നല്ല ഞണ്ട് റോസ്റ്റും കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും ഉച്ചയ്ക്ക്? അതെ, അങ്ങനെ ഒരു കിഡിലം സീ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു ഉച്ച സമയത്താണ് കേട്ടോ ഞങ്ങൾ വന്നത്, കാരണം ലഞ്ച് അടിക്കാൻ വേണ്ടി തന്നെയായിട്ടാണ് വന്നത്. അപ്പോൾ ഇവരുടെ മെനു എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു മെനു ആണ് കേട്ടോ. അപ്പോൾ എന്ത് മേടിക്കണമെന്ന് ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ ഫസ്റ്റ് ഒരു വാട്ടർമെലൺ ജ്യൂസിൽ ഞാൻ അങ്ങോട്ട് പരിപാടി ആരംഭിച്ചു കേട്ടോ. ഐശ്വര്യമായിട്ട് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങളുടെ ഓർഡറിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങളുടെ ഓർഡറുമായിട്ട് എത്തി കേട്ടോ. ഫസ്റ്റ് വന്നത് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ആണ് കേട്ടോ. അത് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഭയങ്കര മണവും ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു അത് കണ്ടപ്പോൾ. ഞങ്ങളുടെ പാൽക്കപ്പയും എത്തിയിട്ടുണ്ട്. എൻ്റെ വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഈ സാധനം കണ്ടപ്പോൾ തന്നെ. സാധനം വന്നു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കണോ അതോ കഴിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായി. ഇവിടുത്തെ പാൽക്കപ്പയും ഞണ്ട് റോസ്റ്റും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റായി മാറിക്കഴിഞ്ഞു കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു. അപ്പോൾ വാട്ടർമെലൺ ജ്യൂസ് കുടിച്ച് തീർന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ നൂൽപുട്ടും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിറ്റ് ചെയ്യുന്ന 1-2 അടിപൊളി ഡിഷസ് കൂടെ ഉണ്ട് കേട്ടോ. പാൽക്കപ്പ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കൊഞ്ച് ഫ്രൈ കേട്ടോ. അത്യാവശ്യം മീഡിയം സൈസിലുള്ള കൊഞ്ചാണ് ഇവർ ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നത്. അത്യാവശ്യം സവാളയും നാരങ്ങയൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് നൂൽപുട്ടാണ് കേട്ടോ. നൂൽപുട്ട് എന്ന് പറഞ്ഞപ്പോൾ സാധാരണ കടകളിലൊക്കെ ഒരു കുഞ്ഞ് സൈസ് ആയിരിക്കും. ഇത് അത്യാവശ്യം നമ്മുടെ സാധാരണ ഒരു പുട്ടിൻ്റെ അത്രയും സൈസ് ഉണ്ട്. ഇത് കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. കരിമീൻ പൊള്ളിച്ചതെന്ന് പറയുമ്പോൾ ഇത് ഫോട്ടോ കാണുന്ന പോലെ കേട്ടോ. അത്യാവശ്യം നല്ല സൈസിനുള്ളൊരു കരിമീനായിരുന്നു. എനിക്ക് തോന്നുന്നു അത്യാവശ്യം അതൊരു 400 ഗ്രാമെങ്കിലും ആ ഒരു കരിമീൻ ഉണ്ടായിരിക്കണം. കാരണം അത്യാവശ്യം നല്ല വലിയ കരിമീനായിരുന്നു അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ പാൽക്കപ്പ ഇങ്ങനെ ചൂടോടെ കോരി പ്ലേറ്റിലേക്ക് വെച്ചിട്ട് പിന്നെ നാരങ്ങ എടുത്ത് കൊഞ്ചിന് മീതെ ഒരു പിടി അങ്ങ് പിടിച്ചേട്ടോ. ഇതാണ് നമ്മുടെ കൊഞ്ചിൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ അവരത് കുക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഈ ഞണ്ട് റോസ്റ്റ് കോരി എൻ്റെ മക്കളേതായി നമ്മുടെ പാൽക്കപ്പയുടെ പുറത്തോട്ടങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ പൂ പോലെയാണ് ഞണ്ട് ഇളകി വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ പാൽക്കപ്പയുടെ കൂടെ ചേർത്തൊരു പിടി പിടിച്ച സ്വർഗ്ഗം മമ. നമ്മുടെ കൊഞ്ച് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. അതുപോലെ ഫ്രഷ് കൊഞ്ചാണ്. എനിക്ക് ഇവിടുത്തെ ഈ ഞണ്ടാണെങ്കിലും കൊഞ്ചാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെടാൻ മെയിനായിട്ടുള്ള കാര്യം ഫ്രഷ് ഐറ്റമാണ് കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അത്രയും ഫ്രഷ് സാധനമാണ് ഇവരിവിടെ കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കരിമീനിനെ അങ്ങ് വലിച്ചങ്ങ് തുറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കരിമീൻ എന്താ പൊതിഞ്ഞ് ചുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് തുറന്നെടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ മസാലയുടെ ഒരു മണം മൂക്കിനകത്ത് കയറി. കരിമീൻ പൊള്ളിച്ചത് എനിക്ക് വളരെ സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഭയങ്കര ടേസ്റ്റും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു. അവസാനമായിട്ടൊരു ലൈം അടിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി വെച്ച് നിർത്തി. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ആ ഞണ്ട് റോസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞണ്ട് റോസ്റ്റും പാൽക്കപ്പയും ഒരു രക്ഷയില്ല മക്കളെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്പോട്ട് വന്നിട്ട് നമ്മുടെ സ്വർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇറങ്ങിയ സമയത്താണ് ഈ ഒരു സ്പോട്ട് അവരുടെ നേരെ ഓപ്പോസിറ്റ് കണ്ടത് കുൽഫി സ്പോട്ടാണ് കേട്ടോ. പിന്നൊന്നും നോക്കിയില്ല, മാംഗോ ഫ്ലേവറിൽ ഒരു കുൽഫി അങ്ങ് അടിച്ചു. അപ്പോൾ സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണ് കിടില ആംബിയൻസിൽ നല്ല വൈബ്രന്റ് ആംബിയൻസിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ സ്വർഗ്ഗം കഫേയിലേക്ക്. അപ്പോൾ ഞാനിതുവരെ പോയിട്ടുള്ളതിൽ എനിക്ക് അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് തന്നെയാണിത്. ഹൈലി റെക്കമെൻഡ്. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.